ഈ നാദർഷിക്കാക്ക പറഞ്ഞു അത് അദ്ദേഹം ശരീരം കൊണ്ട് പല ഇനങ്ങൾ കാണിക്കുമായിരുന്നു, അനുകരണങ്ങളുണ്ടായിരുന്നു, പലത് ചെയ്യുമായിരുന്നെങ്കിലും മണിച്ചേട്ടൻ പിന്നീട് പെട്ടെന്നൊരു ജനകീയത വന്നത് അദ്ദേഹം നാടൻ പാട്ടുകൾ പാടിക്കൊണ്ടാണ്. അന്നോളം ഉണ്ടായിരുന്നെങ്കിലും, പ്രചാരത്തിലുണ്ടായിരുന്നെങ്കിലും നാടൻ പാട്ടുകളുടെ ഒരു വാണിജ്യ മൂല്യം, നാടൻ പാട്ടുകൾക്ക് ഓഡിയോ കാസറ്റ് വിൽക്കാൻ പറ്റും, നാടൻ പാട്ടുകളുടെ കാസറ്റുകൾ ഇറക്കാമെന്നൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തത് മണിച്ചേട്ടനാണ്. ഒരു പക്ഷേ മണിച്ചേട്ടന്റെ നാടൻ പാട്ടുകളുടെ കാസറ്റുകൾ ഇറങ്ങാൻ കാരണമായത് ദേമാവേലി കൊമ്പത്തിന്റെ ഒരു ഭാഗത്തിൽ, നാലാം ഭാഗത്തിൽ മണിച്ചേട്ടൻ ഒരു 4 വരി നാടൻ പാട്ട് പാടി. വടക്കോട്ട് പോയപ്പോ മാവുമ്മ മാങ്ങ തൂശുമ കൂന്താരോ എന്നുള്ള പാട്ട് 4 വരി പാടി ഒരു ഞാൻ ചിരിയും ചിരിച്ചു. ആ പാട്ടിന്റെ ഒരു ബിറ്റ് വളരെ ജനകീയമായതാണ്. പിന്നീട് തൂശിമ കൂന്താരോ എന്ന് പറയുന്ന ഒരു ഫുൾ കാസറ്റ് ഇറങ്ങി, നാടൻ പാട്ട് വെച്ച് ഫുൾ കാസറ്റുകളായിട്ട് ഇറങ്ങിയിട്ടുള്ളത് അല്ലെ. ആ പാട്ട് ആ കാസറ്റിൽ വന്നത് എങ്ങനെയാണ്? അതില് ഞാൻ പറഞ്ഞില്ലേ, കലാഭവൻ, ഓസ്കാർ, ഹരിശ്രീ തമ്മിലെ മത്സരം നടന്നുകൊണ്ടിരുന്ന ട്രൂപ്പ് മത്സരം. ഈ ട്രൂപ്പ് മത്സരത്തിൽ മറ്റു ട്രൂപ്പിലെ ആളുകളെ പങ്കെടുപ്പിക്കില്ല എന്ന് പറയുന്ന നമ്മൾ സ്വാഭാവികമായിട്ടുള്ള ഇതുണ്ടല്ലോ. അപ്പോൾ ഈ മാവേലി കൊമ്പത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കലാഭവൻ മണി പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ വേറെ ട്രൂപ്പിലായതിൻ്റെ പേരിൽ നമ്മൾ ഇതിനകത്ത് പങ്കെടുപ്പിക്കാതിരുന്നതാണ്. പക്ഷേ പിന്നീട് ഞങ്ങൾ രണ്ടുപേരും ദില്ലിവാല രാജകുമാരൻ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചു. ആ സിനിമയിൽ വേറൊരു ഇവൻ ജോയിൻ ചെയ്ത ദിവസം, ഇപ്പം ഞങ്ങൾ രണ്ടുപേരും റൂംമേറ്റ്സാണ്. അപ്പോൾ ജോയിൻ ചെയ്ത ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞ്, എടാ ഞാനേ ഒരു സീനിൽ സേനൻ സാറിൻ്റെ അടുത്ത് പെർമിഷനോടുകൂടി ഞാൻ മറ്റേ ചിരി ചിരിച്ചിട്ടുണ്ട് കേട്ടാന്ന് പറഞ്ഞു. ഞാൻ പറയാം ഏത് ചിരി? നമ്മുടെ ഷിയാസക്കാട് ചിരിയില്ലേ എന്ന് പറഞ്ഞിട്ട്, ഷിയാസ് ചിരിക്കുന്നൊരു ചിരിയുണ്ട്. ഷിയാസൊക്കെ കാസറ്റ് ആ ചിരിയാണ് ഷിയാസ് ചിരി. അപ്പോൾ ഷിയാസക്കാരനെ അനുകരിച്ചിട്ട് ഞാനൊരു ചിരി ചിരിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വെച്ചാൽ എങ്ങനെയാടാന്ന് വെച്ചപ്പോൾ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ചിരി. അപ്പോൾ ഞാൻ പറയാം, എന്നിട്ട് അത് ഭയങ്കരമായിട്ട് ഏറ്റടാ, അത് ഈ സീനിൽ ഭയങ്കരമായിട്ട് ഉണ്ട് അതിനകത്ത്. അതുകൊണ്ട് ഈ മ്യാമന്മാരെ മനസ്സിലായോ മേക്കാൾക്ക് ആ സാധനമൊക്കെ ഈ സിനിമയിൽ അദ്ദേഹത്തിന്റെ. അതെ. അപ്പം ഞാൻ പറഞ്ഞ നീ സേനൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചു നോക്ക്, കാരണം പെർമിഷൻ വേണമല്ലോ ഡയറക്ടറെ. അത് ആ ചിരി ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അത് രജിസ്റ്റർ ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ് ചോദിച്ചാൽ സമ്മതിക്കുമോ? ഞാൻ പറഞ്ഞ് സേനേട്ടൻ ചിലപ്പോൾ സമ്മതിക്കും. അങ്ങനെ ആ സിനിമയിലെ പല ഭാഗങ്ങളിൽ ആ ചിരി ഉണ്ടായിരുന്നു. ആ ചിരി കയറി കൊളുത്തി. പിന്നെ അതിനുശേഷം എൻ്റെ അടുത്ത് പറഞ്ഞ കാസറ്റിൽ പങ്കെടുക്കാം. ഞാൻ പറഞ്ഞ കാസറ്റിൽ പങ്കെടുക്കാം. അങ്ങനെ ആ കാസറ്റിൽ കാലുളുങ്ങി കിടന്ന കിടപ്പിൽ ബാപ്പ ഇന്ന് വിനിന്നു തിരുമുകാര ആ പാട്ട് മണിയെ കൊണ്ട് പാടിക്കാമെന്ന് വിചാരിച്ചു, പാരഡി. അപ്പോൾ അങ്ങനെ മണി അത് ഫിക്സ് ചെയ്യുന്നു. കാസറ്റ് റെക്കോർഡിങ്ങിൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വളരെ നിസ്സാര ദിവസങ്ങളിലല്ലോ, പിന്നെ വരാൻ പറ്റിയില്ല. ഏത് സിനിമയുടെ ഷൂട്ടിങ്ങിലായിരുന്നു, അവിടെ നിന്ന് എത്താൻ പറ്റാതായിരുന്നു. ആ പാട്ട് ഹരിശ്രീ അശോകൻ ചേട്ടൻ വന്നപ്പോൾ അശോകൻ ചേട്ടനെ കൊണ്ട് ഞാൻ പാടിച്ചു. മണി വരില്ല എന്ന് തീരുമാനിച്ചു ഞങ്ങൾ, മണിക്ക് വരാൻ ഉള്ള സാധ്യതയില്ല. അങ്ങനെ കാസറ്റിൻ്റെ മിക്സിങ് നടക്കുന്ന സമയത്ത്, ഫൈനൽ മിക്സിങ്, വേറെ ഇനി ഒന്നും ചേർക്കാനില്ല. മണി ഓടിപ്പടച്ചു വന്ന് സ്റ്റുഡിയോയിൽ വന്നിട്ട് പറഞ്ഞ്, എടാ ഞാൻ വരാനായിട്ട് സോറിട്ടാ. ഞാൻ പറഞ്ഞ പാട്ടൊക്കെ പോയി, അതൊക്കെ മിക്സിങ് നടക്കുകയാണ്. അയ്യോ അളിയാ, എന്ന് അടുത്ത കാസറ്റിൽ നീ എന്തെങ്കിലും നോക്കടാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്ത് കൺസോൾ റൂമിൽ നിന്ന് ഇപ്പം നമുക്ക് കാണാം, അവിടെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ കൂടി, അവിടെ ബാക്കി കാസറ്റ് റെക്കോർഡിങ് കഴിഞ്ഞ ഫ്രണ്ട്സ് എല്ലാവരും ഇരിപ്പുണ്ട്. ഷിയാസ്, ജോർജ്, സംഘം. അവരെല്ലാവരുടെയും ഭയങ്കര കൈയടിച്ച് ഇങ്ങനെ എന്തോ ആസ്വദിക്കുന്നത് നമുക്ക് ഗ്ലാസ്സിൽ കൂടി കാണാം, ഓഡിയോ കേൾക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അവിടെ ഒരു മൈക്ക് നമ്മൾ മിമിക്രിക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിരുന്ന കുറേ മൈക്കുകളുണ്ട്. ഞാൻ പറഞ്ഞു അതൊന്ന് ഓൺ ചെയ്തതെന്ന് പറഞ്ഞു. എന്താണ് അവിടെ പരിപാടി എന്ന് അറിയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ റെക്കോർഡിസ്റ്റ് ചെയ്ത് ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിന്ന് വടക്കോട്ട് പോകുമ്പം മാവുമ്മ മാങ്ങാ തൂശുമ്മക്കൂന്നാരോ തൂശുമ്മക്കൂന്നാരോ ഇങ്ങനെ അകലേ എന്നുള്ള മൈക്കല്ലേ, ഭയങ്കര ഫീലാണ്. അപ്പോൾ എല്ലാവരുടെയും ക്ലാപ്സ് ഇങ്ങനെ, ഇത് ഭയങ്കര രസമായിട്ട് തോന്നി. ഞാൻ മണി അതൊന്ന് മൈക്കിലൊന്ന് പാടാന്ന് പറഞ്ഞു. അപ്പോൾ മണി പറഞ്ഞ് എന്തിനാ? ഞാൻ പറഞ്ഞു നീ പാട്, നല്ല രസമുണ്ടത്. അങ്ങനെ ഓർക്കസ്ട്ര ഒന്നുമില്ല, എല്ലാം പോയില്ലേ. അവസാനം ഒരു ശ്രുതി ഇടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കീബോർഡ് ഇരിപ്പുണ്ടായി, അതിൽ ശ്രുതി ഇട്ട് കൊടുത്തു. ആ ശ്രുതിയിൽ മണി പാടി. ഡ്രംസ് വായിച്ചത് ജോർജും കോട്ടയം വില്യംസും നമ്മളെ കൂടി വായി കൊണ്ടാണ് ഡ്രംസ്. അങ്ങനെ വായിച്ച് അത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ചു ഇത് എവിടെ ഇടാനാണ്? ഞാൻ പറഞ്ഞു ഈ സാധനം നമുക്ക് ഉപയോഗിക്കാം, എവിടെയെങ്കിലും ഇടാം. അങ്ങനെ ഒരു പാട്ടും വേറൊരു
സ്കിറ്റും കൂടി കളഞ്ഞിട്ട് അതിനകത്തൊരു കണക്ഷൻ മണി തന്നെയാണ് ഒരു വയസ്സിന്റെ മണിച്ചേട്ടൻ്റെ ഒരു അപ്പൂപ്പനുണ്ട് അരി കൂടി പോവില്ല എന്നുള്ളത് ആ അപ്പൂപ്പന്റെ കാര്യത്തിലാണ് അത് കേട്ടിട്ടുള്ളത്. ഒരു പ്രായമുള്ള ഒരു അപ്പൂപ്പന്റെ ക്യാരക്ടർ അത് വെച്ചിട്ട് മണി ചെയ്തത്. അത് പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചാൽ ആ കാസറ്റിൽ ഏറ്റവും ഹിറ്റ് ആയത് അതാ.